ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ എല്ലാവരും നേരിടുന്ന ഒരു വിഷയമാണ് മുടിയുടെ പ്രശ്നം. കാരണം ഇന്നത്തെ കാലാവസ്ഥയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് മുടി കൊഴിച്ചിൽ, ഡാൻഡ്രഫ് വരിക, അതുപോലെ തന്നെ മുടി ഡ്രൈനസ് വന്നിട്ട് മുറിഞ്ഞു പോവുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത്. അതുപോലെ മുടി നല്ലതുപോലെ കിടക്കുന്നില്ല, ചകിരിനാര് പോലെ കിടക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സ്പാ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയും. ഇങ്ങനെയൊക്കെ ഓരോന്നിൻ്റെ അനുസരിച്ച് നമ്മൾ പറയും. ഇത് മുടി കൊഴിച്ചിൽ സാധാരണ പല പല പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകും. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുടി കൊഴിയും. അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാകും. വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമാണ്. ഇന്നത്തെ കസ്റ്റമർക്ക് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് മുടി നല്ല കൊഴിച്ചിലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അതിനായിട്ട് നമ്മുടെ കസ്റ്റമറിൻ്റെ മുടി ആദ്യമേ നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ടവൽ ട്രൈ ചെയ്തു. അതിനുശേഷം ഞാൻ ക്രീം എടുത്ത് ആദ്യമേ സെക്ഷനായിട്ട് എടുത്ത് റൂട്ടിലേക്കും, അതായത് സ്കാൽപ്പിലേക്കും, അതിനുശേഷം മുടിയിലേക്കും അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തതിന് ശേഷം അവർ നല്ല റിലാക്സിനാവാൻ വേണ്ടി ഞാൻ ഒരു ഫിംഗർ ടിപ്പ് കൊണ്ട് നല്ലതുപോലെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്തു. മസാജ് നല്ല വൈബ്രേഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം. അതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം. നല്ല പ്രസ്സിങ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അത് നമ്മുടെ ഹെഡിൽ മാത്രമല്ല, നമ്മുടെ ഷോൾഡറിലെ, കഴുത്തിലെ, മുതുകിലെ, അങ്ങനെ എല്ലായിടത്തും ചെയ്യണം. എല്ലായിടത്തും ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ തലയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടി കൊഴിച്ചിലിനെയും ധാരണത്തിനെയൊക്കെയും ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അതിനാണ് നമ്മൾ നല്ലതുപോലെ ഈ മസാജ് കൊടുക്കുന്നത്. മസാജ് കൊടുത്തതിന് ശേഷം നമ്മുടെ കുറച്ച് മുടിയെ എടുത്തിട്ട് നമ്മൾ ഒന്ന് വലിക്കുക. അത് നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ റൂട്ടിലേക്കുള്ള. അതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ടാപ്പിങ് ചെയ്യുക. തല മുഴുവനായിട്ട് ഒന്ന് ടാപ്പിങ് ചെയ്യുക. ടാപ്പിങ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മസാജ് പ്രസ്സിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ്സ് ഒരു സ്റ്റീം കൊടുക്കണം. സ്റ്റീം കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ക്രീമെല്ലാം അങ്ങ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമ്മൾ വീണ്ടും വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ബ്ലോ ഡ്രൈ ചെയ്യിച്ച് ഉണക്കുക. നല്ലതുപോലെ അങ്ങ് ഉണക്കണം. അതിനുശേഷം നമ്മൾ സെറം അപ്ലൈ ചെയ്യണം മുടിയിലേക്ക്. നല്ലതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കണം സെറം. അത് ഒരു വെറ്റ് മുടിയിലായിരിക്കണം അത് തേക്കേണ്ടുന്നത്. കാരണം ഡ്രൈനസ് ആവരുത്. ആ വെറ്റായിട്ട് നിൽക്കുമ്പോൾ തന്നെ ആ സെറം അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ബ്ലോ ഡ്രൈ കൊണ്ട് നല്ലതുപോലെ അങ്ങ്